ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്ട്രൂഡ് റിവോൾവ് എന്നീ രണ്ട് ടൂളുകൾ പഠിച്ചിരുന്നു. ഇനി അതിൽ തന്നെ നമുക്ക് എക്സ്ട്രൂഡ് ബോസ്, റിവോൾവ് ബോസ്, ഇത് രണ്ടുമാണ് നമ്മൾ പഠിച്ചത്. ഇനി ഇതിൽ തന്നെ അതിൽ കട്ട് ചെയ്യുന്ന ടൂളുണ്ട്. ഇതിനകത്ത് നമ്മൾ എക്സ്ട്രൂഡ് ബോസ് എന്ന് പറഞ്ഞാൽ പുതിയൊരു സോൾഡ് ഒരു പാർട്ടായിട്ട് വരികയാണ് ചെയ്യുന്നത്. അതിന് പകരം ആൾറെഡി ഉള്ളൊരു സോളിഡ് പാർട്ടിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്ന ടൂൾസാണ് എക്സ്ട്രൂഡ് കട്ടും റിവോൾവ്ഡ് കട്ടും. ഇപ്പോൾ ഇത് ഇനാക്റ്റീവായിട്ടിരിക്കുന്നത് നമുക്കത് കട്ട് ചെയ്യണമെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പാർട്ട് വേണം, വേറെ ഒരു പാർട്ടിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ ഇനാക്റ്റീവായിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാർട്ട് ഉണ്ടാക്കാം, ജസ്റ്റ് ഒരു ബ്ലോക്ക്, നമുക്കൊരു ജസ്റ്റ് ഒരു ബ്ലോക്ക് ഉണ്ടാക്കാം ആദ്യം. ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്. ഈ ഒരു ബ്ലോക്ക് ചെയ്ത് നമുക്ക് വേണ്ടാത്ത പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് എക്സ്ട്രൂഡ് കട്ട്. ഒരു ഡയറക്ഷനിലോട്ട് കട്ട് ചെയ്ത് മാറ്റുന്നതിന് എക്സ്ട്രൂഡ് കട്ട് എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് നമുക്കൊരു സ്കെച്ച് വേണം. ആദ്യം സ്കെച്ച് നമുക്ക് ഒന്നെങ്കിൽ ഇതിൻ്റെ പുറത്തോ അല്ലെങ്കിൽ വേറെ പ്ലെയിൻ ഉണ്ടെങ്കിൽ ഇതിലുള്ള പ്ലെയിനോ അല്ലെങ്കിൽ പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ഇനി അടുത്ത ക്ലാസ്സിൽ വരുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരു പ്ലെയിൻ എടുക്കുകയോ അല്ലെങ്കിൽ പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാം. ഇതില്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഏത് ഫേസിലും ഒരു നമ്മൾ ആൾറെഡി വരച്ചിട്ടുള്ള പാർട്ടിൻ്റെ ഏത് ഫേസിൽ വേണമെങ്കിലും നമുക്ക് സ്കെച്ച് വരയ്ക്കാൻ പറ്റും. ഫ്ലാറ്റ് ആയിരിക്കണം. ഇപ്പോൾ ഒരു കർവ്ഡ് ഫേസ് ആണെങ്കിൽ നമുക്ക് പറ്റില്ല. ഫ്ലാറ്റ് ആയിട്ടുള്ള ഏത് ഫേസിൽ വേണമെങ്കിലും നമുക്കിതുപോലെ സ്കെച്ച് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കിത് നോർമലായിട്ടില്ല. Ctrl+8 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നോർമലാവും. ഓക്കെ, ഇനി നമുക്ക് സ്കെച്ച് വരയ്ക്കാം. ഒന്നുകൂടി Ctrl+8 പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡ് വരും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. ബാക്ക് സൈഡോ ഫ്രണ്ടാണെന്നുള്ളത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിതിൽ എന്താണോ കട്ട് ചെയ്ത്, എന്ത് സെക്ഷനാണോ കട്ട് ചെയ്ത് മാറ്റേണ്ടത് അത് വരയ്ക്കുക. അതൊരു ക്ലോസ്ഡ് സ്കെച്ച് ആയിരിക്കണം. നമ്മൾ എക്സ്ട്രൂഡിൽ പറഞ്ഞതുപോലെ തന്നെ ക്ലോസ്ഡ് സ്കെച്ച് ആയിരിക്കണം. അതിനൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. ഇനി നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതിൽ പോവാം, സ്കെച്ചിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. നമുക്കതൊന്ന് ഒരല്പം ഒന്ന് ചരിച്ച് വയ്ക്കാം. ഓക്കെ, ഇങ്ങനെയൊക്കെ. എക്സ്ട്രൂഡ് കട്ട് എന്നുള്ള ടൂൾ ഇപ്പോൾ നേരത്തെ ഇനാക്റ്റീവ് ആയിരുന്നതാണ്, ഇപ്പോൾ ആക്റ്റീവായിട്ടുണ്ട് ടൂൾസ്. എക്സ്ട്രൂഡ് കട്ട് എടുക്കുക, പാർട്ട് വഴി ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. ഫേസ് സെലക്ട് ചെയ്യുക, സ്കെച്ച് എടുക്കുക. സ്കെച്ചിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സ്കെച്ച് വരയ്ക്കുക. സ്കെച്ചിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് എക്സ്ട്രൂഡ് കട്ട് എടുക്കുക. ഇതുപോലെ വരും. ഇതിപ്പോൾ ഫുൾ ത്രൂ ആയിട്ടാണ് കട്ടായി പോകുന്നത്. നമുക്ക് ത്രൂ വേണ്ട, നമുക്കൊരു ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു കട്ടാണ് വേണ്ടതെങ്കിൽ നമുക്കതിൻ്റെ എൻഡ് ഇതുപോലെ നമുക്ക് ഈ ആരോ പിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നിൽക്കുക. അല്ലെങ്കിൽ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ബാക്കി ഓപ്ഷൻസ് എല്ലാം ഞാൻ എക്സ്ട്രൂഡിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, സെയിം ഓപ്ഷൻസ് തന്നെയാണ്. ഇതിൽ കട്ട് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എക്സ്ട്രൂഡിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. ഓക്കെ, ഇനി റിവോൾവ് കട്ട് എന്ന് പറയുന്ന ടൂൾ എടുക്കാം. റിവോൾവ് കട്ട് ബാക്കി ഓപ്ഷൻസ് പറയേണ്ട മറ്റേ സെയിം എക്സ്ട്രൂഡിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. അപ്പോൾ അടുത്ത് റിവോൾവ് കട്ട് നോക്കാം. അപ്പോൾ അതിനൊരു ആക്സിസ് വേണം. റിവോൾവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ആക്സിസ് വേണം. അതിൽ ആക്സിസ് വരയ്ക്കാനായിട്ട് ഇതിൻ്റെ നടുക്കുള്ള ഈ പാർട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ നടുക്കുള്ള പ്ലെയിനിൽ ഞാൻ ഒരു ആക്സിസ് വരയ്ക്കാനാണ്. Ctrl+8 പ്രസ് ചെയ്യുക, നോർമലാക്കുക, ഒരു ആക്സിസ് വരയ്ക്കുക. ഇത് നമുക്ക് സ്കെച്ചിൽ ആവശ്യമുള്ളതല്ലാത്തത് കൊണ്ട് ഇതിനെന്ത് ചെയ്യാം, കൺസ്ട്രക്ഷൻ ജോമെട്രി ആക്കി മാറ്റാം. ഓക്കെ, ഇനി
ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. നമുക്ക് റെക്റ്റാങ്കിൾ തന്നെ വരയ്ക്കാം. റെക്റ്റാങ്കിൾ വരച്ചു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ റെക്റ്റാങ്കിളിനെ ഈ ആക്സിസിനെ അബൌട്ട് ചെയ്ത് റിവോൾവ് ചെയ്ത് കട്ട് ചെയ്യാൻ പോവുകയാണ്. അത് കാണുമ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. റിവോൾവ് കട്ട് എടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആയില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ കോണ്ടൂറിൽ പോയിട്ട് ഈ ഏരിയ സെലക്ട് ചെയ്യുക. ആക്സിസിൽ ഈ ആക്സിസ് സെലക്ട് ചെയ്യുക. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. ഇനി നിങ്ങൾ നട്ട് ചെയ്യാറുണ്ട്. നട്ടിൻ്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫേസിൽ, നട്ടിൻ്റെ ആ ഫേസിൽ ചെറിയൊരു ഷാംപർ പോലത്തൊരു ഷാംപർ പോലൊരു ഇതുണ്ടാവും. അത് നിങ്ങൾക്ക് സാധാരണ ഷാംപർ എന്നുള്ള ടൂൾ വെച്ചിട്ടല്ല ചെയ്യേണ്ടത്. ഷാംപർ, ഫില്ലറ്റ് എന്ന് പറഞ്ഞ ടൂൾസ് ഉണ്ട്. ഇത് വെച്ചിട്ടല്ല ചെയ്യേണ്ടത്. അത് റിവോൾവ് കട്ട് വെച്ചിട്ടാണ് ചെയ്ത്. ഇത് ചെയ്താൽ നമുക്ക് കിട്ടില്ല. ഞാൻ കാണിക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു നട്ട് വരയ്ക്കാം. എങ്ങനെ നോക്കാം. നട്ടിന് ഒരു ഹെക്സഗണാണ് വേണ്ടത്. ഹെക്സഗൺ ഇവിടെ നിന്ന് എടുക്കുക. ഹെക്സഗൺ വരച്ചു. ആവശ്യത്തിന് ഡയമെൻഷൻസ് ഞാൻ ഇതൊരു 16 കൊടുത്തു. സെൻറ്ററിലുള്ള ഹോളൂടെ കൊടുക്കാം. ഹോളും 16 തന്നെ ആയിരിക്കും. ഇതിപ്പോൾ ഫുള്ളി കൺസ്ട്രെയിൻ ആയിട്ടില്ല. ആ സർക്കിൾ മാത്രമേ കൺസ്ട്രെയിൻ ആയിട്ടുള്ളൂ. ഫുള്ളി കൺസ്ട്രെയിൻ ആയിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റ് പിടിച്ച് മൂവ് ചെയ്ത് നോക്കുക എന്താണ് പ്രശ്നമെന്ന്. ഇത് റൊട്ടേറ്റ് ആകുന്നതാണ് പ്രശ്നം. അപ്പോൾ അതിനൊന്ന് ഹൊറിസോണ്ടലാക്കി കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. ഈ പോയിന്റ് സെലക്ട് ചെയ്തു, ഈ പോയിന്റ് സെലക്ട് ചെയ്തു, ഇതിനെ ഹൊറിസോണ്ടലാക്കിയാൽ മതി. ഇപ്പോൾ ഫുള്ള് സ്കെച്ച് ഫുള്ള് ബ്ലാക്ക് ആയിട്ടുണ്ട്. ഇനി എക്സ്ട്രൂഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എക്സ്ട്രൂഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 0.8 ഇൻറ്റു അതിൻ്റെ ഡയമീറ്ററാണ്. ഇതിങ്ങനെ നമുക്ക് ഇക്വേഷനായിട്ടൊക്കെ നമുക്കിതിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താലും, എക്സ്ട്രൂഡ് ചെയ്താലും എന്ത് കാര്യം ചെയ്താലും നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ വാല്യൂസ് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ ഒന്നും എടുത്ത് ആഡ് ചെയ്യാൻ നിൽക്കേണ്ട. ഇതിൽ തന്നെ പ്ലസ് കൊടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലിപ്പോൾ ഞാൻ 0.8 ഇൻറ്റു 16 ആണ് കൊടുക്കുന്നത്. ഇത്രയും കൊടുത്ത് എൻ്റർ ചെയ്യാം. ഓട്ടോമാറ്റിക്കായിട്ട് വരും. എന്ത് ഇക്വേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് കീബോർഡിലുള്ള പ്ലസ്, മൈനസ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇതെല്ലാം നിങ്ങൾക്ക് കീബോർഡിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ നട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. നട്ടിൻ്റെ ഒരു ജസ്റ്റ് ഇതിൻ്റെ ഒരു ഷാംപറും കൂടി ഇനി ബാക്കിയുണ്ട്. ഷാംപർ നിങ്ങൾ ഇത് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ല. നിങ്ങൾ ഇത് കൊടുക്കാമെന്ന് വിചാരിക്കും, പക്ഷേ കൊടുക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. നമുക്ക് ഇങ്ങനെയല്ല നട്ടിലിരിക്കുന്നത്. അപ്പോൾ നട്ടിലുള്ളതുപോലെ കൊടുക്കാനായിട്ട് ജസ്റ്റ് ഇതിന് ഡിലീറ്റ് ചെയ്യണം. നമുക്കത് എക്സ്ട്രൂഡ് റിവോൾവ് കട്ട് വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ, ഈ പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ 2 ഫേസ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അല്ലല്ല, ഈ നോക്കിയറിയാം. ഈ പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ 3 ഫേസ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ അല്ല എടുക്കേണ്ടത്. ഇതെടുത്ത് നോക്കുകയാണെങ്കിലോ 2 ഫേസേ കാണാൻ പറ്റുന്നുള്ളൂ. ഇല്ലേ, 2 ഫേസേ കാണാൻ പറ്റില്ല. ഇങ്ങനെയുള്ള പ്ലെയിൻ എടുക്കുക. 3 ഫേസ് കാണാൻ പറ്റുന്ന പ്ലെയിൻ എടുക്കരുത്. അതായത് ഈ പ്ലെയിൻ എടുക്കരുത്. 2 ഫേസ് കാണാൻ പറ്റുന്ന പ്ലെയിൻ എടുക്കുക. ഈ പ്ലെയിൻ എടുക്കുക. ആ പ്ലെയിനിൽ സ്കെച്ച് കൊടുക്കുക. സ്കെച്ച് വരയ്ക്കാൻ കൂടി ഒരു ട്രയാങ്കിൾ വരച്ചു കൊടുക്കുക. ഇതിനെ കൊളീനിയർ ആക്കുക. അറിയാലോ, കൺസ്ട്രെയിൻസിൽ നമ്മൾ റിലേഷൻസിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 2 ലൈനും കൂടെ സെലക്ട് ചെയ്യുക. കൊളീനിയർ എന്നുള്ള റിലേഷൻ കൊടുക്കുക. ഓക്കെ.
ഇനി അടുത്ത് ചെയ്യാനുള്ളത് ഇതിൻ്റെ ആംഗിൾ 30 ഡിഗ്രിയാണ് കൊടുക്കേണ്ടത്. 30 ഡിഗ്രി കൊടുക്കുക. ഓക്കെ, ബാക്കി ഡയമെൻഷൻസ് എന്ത് കൊടുത്താലും കുഴപ്പമില്ല, പക്ഷേ ഇതിൻ്റെ സെൻറ്റർ കഴിഞ്ഞ് പോകാൻ പാടില്ല. ഇതിപ്പോൾ സെൻറ്ററിന് നേരെയാണ്, സെൻറ്ററിൻ്റെ അകത്ത് നിൽക്കണം. എന്ത് കൊടുത്താലും കുഴപ്പമില്ല, ഇതിൻ്റെ സെൻറ്ററിനകത്ത് നിൽക്കണം. തീരെ അടുത്ത് പോകാതെ കുറച്ചൊന്ന് വലുതായിട്ട് നിൽക്കുന്ന രീതിയിൽ സെൻറ്ററിൻ്റെ ഉള്ളിൽ നിൽക്കുക. ഡയമെൻഷൻസ് എന്ത് കൊടുത്താലും കുഴപ്പമില്ല. പൊസിഷനാണ് പ്രശ്നം. അതിന് ഡയമെൻഷൻ എടുത്ത് ഇവിടെ കൊണ്ടൊരു വാല്യൂ കൊടുക്കും. ഫുള്ളി കൺസ്ട്രെയിൻ ആയിട്ടുണ്ട്. ആക്സിസ് വരച്ചില്ലായിരുന്നു, ആക്സിസ് കൂടി വരയ്ക്കാം. സ്കെച്ചിൽ ഒന്നുകൂടി പോവാം, എഡിറ്റ് സ്കെച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഒരു ലൈന് അതിനെ കൺസ്ട്രക്ഷൻ ജിയോമെട്രി ആക്കുക. ആക്സിസിന് വേണ്ടി വരച്ചതാണ്. ഇങ്ങനൊരു സ്കെച്ച് വരച്ചു. ഓക്കെ, ഇനി അടുത്ത് ചെയ്യാനുള്ളത് ഫീച്ചറിൽ റിവോൾവ് കട്ട് എടുക്കുക. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. വന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കോണ്ടൂറും ആക്സിസും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഇതുപോലെ നമുക്ക് നട്ടിൻ്റെ ഈ ഒരു ഷാംഫർ കൊടുക്കാൻ പറ്റും. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.